മഹാലക്ഷ്മി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ മഞ്ജു അവിടെ ജോലിക്ക് കയറിയല്ലോ. മഞ്ജുവിന് ആ ജോലിയായിട്ട് ആദ്യമൊന്നും പൊരുത്തപ്പെടാൻ പറ്റില്ല. പക്ഷേ എന്ത് ചെയ്യാം, പൊരുത്തപ്പെട്ടല്ലേ തീരുള്ളൂ. ഇപ്പോഴാണെങ്കിൽ ആരുടെയും ശല്യമൊന്നുമില്ല കേട്ടോ. മാനേജറാണെങ്കിൽ മഞ്ജുവിനെ കാണുമ്പോഴേക്കേ കൈ കൂപ്പി തൊഴുകയാണ്. അതുകൊണ്ട് ആ വശത്തുള്ള ശല്യമൊന്നുമില്ല. മഞ്ജു ആ ജോലിയോട് പൊരുത്തപ്പെട്ട് പോവുകയാണ്. അതേസമയം മഹാലക്ഷ്മി അങ്ങോട്ടേക്ക് കയറി വരുന്നുണ്ട്. അത് കണ്ടപ്പോൾ മഞ്ജുവിന് ഭയങ്കര സന്തോഷമാണ്. കാരണം മഞ്ജു പറഞ്ഞിരുന്നല്ലോ മഹാലക്ഷ്മിയോട്, ഇടയ്ക്ക് എടുത്ത് ഇങ്ങോട്ട് വരണം, ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യണം, എങ്കിൽ മാത്രമേ എനിക്ക് എൻ്റെ കെയർ ഓഫിൽ അങ്ങനെ പർച്ചേസ് ചെയ്യുന്ന കാരണം എനിക്ക് ഗുണം ഉണ്ടാകും എന്നിങ്ങനെ പറയണം. പിന്നെ അതേപോലെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാനും എൻ്റെ ഭർത്താവും കൂലിപ്പണി എടുത്തിട്ടാണ് ജീവിക്കുന്നത്, നിങ്ങൾ ഞങ്ങളെ ശല്യം ചെയ്യരുത് എന്നിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഒരു നിമിഷം മഞ്ജു ഇങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ. പക്ഷേ മഹാലക്ഷ്മി ചിരിച്ചു കൊണ്ട് വരികയാണ്. വന്നതും മഞ്ജു ചോദിക്കണം, എന്താ എടുത്തി വന്നത്, സുഖമല്ലേ, കണ്ണേട്ടൻ മാലയിട്ടൂലേ, എപ്പോഴാണ് പോകുന്നത് എല്ലാം ചോദിക്കുകയാണ്, വിശേഷങ്ങളെല്ലാം ചോദിക്കുകയാണ് കേട്ടോ. തുണി എടുക്കാനാണോ വന്നത് എന്നെല്ലാം ചോദിക്കുമ്പോൾ അതുപോലെ തന്നെ ഏട്ടൻ എല്ലാ അനുഗ്രഹവും പിന്നെ കൊടുക്കുകയാണ് കേട്ടോ. ശബരിമലയിൽ പോയിട്ട് വരാനുള്ള എല്ലാ അനുഗ്രഹങ്ങളും എൻ്റെ കണ്ണേട്ടൻ ഉണ്ടാവട്ടെ എന്നിങ്ങനെ ആശംസിക്കുകയാണ് കേട്ടോ. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം മഞ്ജു പറയും, മഞ്ജു, ഞാൻ തുണി എടുക്കാനൊന്നും അല്ല വന്നിരിക്കുന്നത്, നിൻ്റെ കാര്യത്തിലൊരു കാര്യം പറയാൻ വേണ്ടിയിട്ട് വന്നതാണ്. അവിടെ കമലേശ്വരം ഫൈനാൻസിൽ ഒരു അക്കൗണ്ടിൻ്റെ ജോലി ഒഴിവുണ്ട്, നീ അങ്ങോട്ടേക്ക് വരണം, അതാണ് ഞങ്ങളുടെ ആഗ്രഹം എന്നിങ്ങനെ പറയണം കേട്ടോ. സാഗർ തെറ്റ് ചെയ്തിട്ടില്ല, നിരപരാധിയാണ് എന്നുള്ളത് ഞങ്ങൾ തെളിഞ്ഞല്ലോ. കഞ്ചാവ് കേസിലും അവനെ ഉൾപ്പെട്ടിട്ടില്ല. ഞങ്ങൾക്കത് ബോധ്യമായി. ഒരു മനുഷ്യൻ്റെ സ്വഭാവം മാറാൻ കൂടുതൽ നേരമൊന്നും വേണ്ട എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അതുകൊണ്ട് നീ അങ്ങോട്ടേക്ക് വരണം എന്നിങ്ങനെ പറയണം കേട്ടോ. അത് കേൾക്കുമ്പോൾ നമ്മുടെ മഞ്ജുവിന് ആദ്യം സന്തോഷം വരിക കേട്ടോ. പിന്നെ പറയും, വേണ്ട ചേച്ചി, അങ്ങനെ ഞാൻ വരണ്ട, കാരണം ഞാൻ ഈ ജോലി, എല്ലാവർക്കും ഈ ജോലി മോശമായിട്ട് തോന്നും, പക്ഷേ എനിക്ക് അത് കുഴപ്പമില്ല, ഞാൻ ഈ ജോലിയിൽ തന്നെ വരാം, ഞാൻ അവിടേക്ക് അത് വന്നു കഴിഞ്ഞാൽ അത് ശരിയാവില്ല എന്നിങ്ങനെ പറയാണ് കേട്ടോ. അത് കേൾക്കുമ്പോൾ മഹാലക്ഷ്മി പറയുന്നുണ്ട്, നീ വന്നില്ലെങ്കിൽ കണ്ണേട്ടനും കൂടി വിഷമമാവും, അതുകൊണ്ട് നീ എന്തായാലും വരണം, എല്ലാ മനുഷ്യനും തെറ്റ് പറ്റുമല്ല, അങ്ങനെയല്ലോ ഞങ്ങൾ കരുതിയിട്ടുള്ളൂ, അങ്ങനെ കണക്കാക്കിയാൽ മതി എന്നിങ്ങനെ പറയാണ് കേട്ടോ. അത് കേൾക്കുമ്പോൾ സ്നേഹത്തോടു കൂടിയിട്ട് മഞ്ജു നിരസിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ പ്രതാപനും മുത്തശ്ശിയും കൂടിയിട്ട് ഇങ്ങനെ ചിന്തിക്കുകയാണ്, ഇവൾ എന്തിനാണാവോ അങ്ങോട്ടേക്ക് കരുണമോൾ പെട്ടെന്ന് പോയത്, എന്തെങ്കിലും കാര്യം ഉണ്ടാകുമായിരിക്കും അങ്ങോട്ടേക്ക് പോകാൻ എന്നിങ്ങനെ വിചാരിക്കും. അവൾ എന്തെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടാകും, അതാണ് അങ്ങോട്ടേക്ക് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്ന് മുത്തശ്ശിയും പ്രതാപനും കൂടി പറയുകയാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് ദുർഗയുടെ അടുത്ത് കരുണ ഇങ്ങനെ പറയുകയാണ്, എന്തായാലും ശരി, ആ അയ്യപ്പ വിഗ്രഹം അത് എടുക്കണം, അത് എടുക്കുക തന്നെ ശരിയാവുള്ളൂ, അയ്യപ്പ വിഗ്രഹം അമ്മ എടുത്ത് എൻ്റെ കയ്യിൽ തന്നാൽ മതി എന്നിങ്ങനെ പറയണം കേട്ടോ. അതിനുശേഷം ദുർഗ പുറത്താണല്ലോ അയ്യപ്പ വിഗ്രഹം ഇരിക്കുന്നത്, ദുർഗ പതുക്കെ പോയിട്ട് ആ അയ്യപ്പ വിഗ്രഹം എടുത്ത് കരുണയുടെ കയ്യിൽ കൊടുക്കണം കേട്ടോ. ഉണ്ണിയാണെങ്കിൽ കാറിൽ അത് എങ്ങോട്ടെങ്കിലും കൊണ്ടുപോകണം എന്ന് കരുതിയിട്ടിരിക്കുകയാണ് കേട്ടോ. ഏതായാലും മാറ്റിലും അവിടെ ഇവിടെ ഒന്നും ഒഴുക്കി കളയാൻ അവർ തീരുമാനിച്ചിട്ടില്ല. എന്തായാലും ഇനി അവളുടെ കൈകളിൽ അത് വരരുത് എന്ന് കരുതി തന്നെയാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത് കേട്ടോ. അതേസമയം പ്രതാപനും മുത്തശ്ശിയും കൂടിയിട്ട് സംസാരിക്കുകയാണ്. എന്തായാലും ശരി, അവർ മലയ്ക്ക് പോവുകയാണ്, 4 പേരും മലയ്ക്ക് പോകും. അതേസമയം മോഹിനെ നമുക്കിവിടെ ഇട്ട് ഒരു പഴിപ്പിക്കണം. അതേപോലെ തന്നെ അവളെ രക്ഷിക്കാനും ആരും ഉണ്ടാകില്ല. അവർ മലയ്ക്ക് പോയ സമയം നമ്മൾ മുതലെടുത്തിട്ട് അവളെ നമുക്ക് ഇല്ലാതാക്കണം. അവളെ നമുക്ക് ഇല്ലാതാക്കിയെങ്കിൽ മാത്രമേ നമ്മളുടെ മോൾക്ക് അവിടെ സമാധാനത്തോടെ ജീവിക്കാൻ പറ്റുള്ളൂ എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. മുത്തശ്ശിയും പ്രതാപനും കൂടി അതിന് വേണ്ട തയ്യാറെടുപ്പുകൾ നടത്തുകയാണ്. എന്തായാലും അവർ മലയ്ക്ക് പോയി കഴിഞ്ഞാൽ മഹാലക്ഷ്മി അവിടെ തനിയേ ഉണ്ടാകുള്ളൂ, മാർക്കോ എന്ന് പറയുന്നവൻ രക്ഷപ്പെടുത്താനുണ്ടാവില്ല. അങ്ങനെ നമുക്ക് അതിന് വേണ്ട പദ്ധതികൾ ചെയ്യാം എന്നിങ്ങനെ അവർ തീരുമാനിക്കുകയാണ്.